സ്കിപ്പ് ചെയ്ത് പോകരുത്. യൂട്യൂബിനെ ബുദ്ധിമുട്ടിപ്പിച്ച് അവസാനം എനിക്കും കിട്ടി ഗൈസ്. യെസ്, ഐ ഗോട്ട് മൈ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ. എത്ര രൂപ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പറഞ്ഞുതരാം. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അല്ല, എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ വലിയൊരു അച്ചീവ്മെന്റ് എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് മുന്നിലൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. കുറച്ചൊന്ന് ലേറ്റ് ആയി പോയിട്ടുണ്ട്, പക്ഷെ എന്ന് കരുതി ഒത്തിരി ലേറ്റ് ആയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ഫോട്ടോ എടുത്ത് ഞാനിങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാപ്പിനെസ് ഈസ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടൊരു കോട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നൊക്കെ ഉള്ള ഒരു സർപ്രൈസ് എന്താണെന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ അടുത്ത് തന്നെ എനിക്ക് പറയാനുള്ളതും സോ അത് ഞാനിന്ന് റിവീൽ ചെയ്യാൻ പോവാണ് ഗൈസ്. എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യെസ്, എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ഫസ്റ്റ് റവന്യൂ, യൂട്യൂബിൻ്റെ ആദ്യ വരുമാനം എനിക്ക് കിട്ടി. ഐ എം സോ ഹാപ്പി. അപ്പോൾ അതെനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി എന്ന് കരുതി ഒത്തിരി ലേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വന്നത്. ഇനിയും ഞാൻ ലേറ്റ് ആക്കാനും പാടില്ല. അപ്പം ഞാൻ അതൊന്ന് പറയാനായിട്ട് വന്നതാ. അപ്പം എൻ്റെ യൂട്യൂബ് വരുമാനം എനിക്ക് കിട്ടി. അപ്പം നിങ്ങൾ ഫസ്റ്റ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് എത്ര രൂപ കിട്ടിക്കാണോന്നാണല്ലേ? അപ്പം ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്ക് എൻ്റെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് റവന്യൂ കിട്ടുന്നത് December 21 എനിക്ക് യൂട്യൂബ്, അതായത് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് എനിക്ക് മെയിൽ വരുന്നതും എൻ്റെ അക്കൗണ്ടിലോട്ട് അമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ഫസ്റ്റ് മെയിൽ വരുന്നത് December 21 ആൻഡ് ഞാൻ ജാനുവരിയിലാണ് എൻ്റെ പൈസ ഞാൻ അക്കൗണ്ടിൽ എടുക്കുന്നത്. ബിക്കോസ് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അതിന് മുന്നിട്ട് തന്നെ കുറേ മിസ്റ്റേക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി മോണിറ്റൈസ്ഡ് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പേയ്മെന്റ് അത്യാവശ്യം ഒക്കെ ഓക്കെ ആയി അക്കൗണ്ടിലോട്ടൊക്കെ ക്രെഡിറ്റ് ആവാനായിട്ട് ഇരിക്കുന്നവരാണ്, അല്ലെങ്കിൽ മോണിറ്റൈസ്ഡ് ആയിട്ട് നിങ്ങൾ പേയ്മെന്റിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ടിച്ച് പറയാം. ഫസ്റ്റ് തിങ്, ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആയിരുന്നത് July 22 അപ്പം അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി മോണിറ്റൈസ് ചെയ്യാൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിതോടെ കാർഡിൽ കൊടുത്തേക്കാം. അപ്പം വേണ്ടുന്നവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അതുപോലെ തന്നെ ഞാൻ ആ ഒരു 21 ശേഷം അടുത്ത എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിൽ അക്കൗണ്ട് എടുക്കുക. അതായത് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷം യൂട്യൂബ് ചാനൽ ഫുള്ളി മോണിറ്റൈസേഷന് വെരിഫൈ ചെയ്തിട്ട് ആ ഒരു ഡോളർ സിമ്പിൾ വരും. പിന്നുള്ള നമ്മൾ ഇടുന്ന വീഡിയോസിലെല്ലാം നമുക്ക് അവിടെ ഒരു പച്ച കളറിൽ ഡോളർ സിമ്പിൾ കാണിക്കും. അതായത് നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങി, നമ്മുടെ ഇടുന്ന ഓരോ വീഡിയോസിനും ഏർണിങ്സ് കിട്ടി തുടങ്ങി. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഡോളർ സിമ്പിൾ കാണിക്കുന്നത്. ഇത് പുതിയതായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അല്ല, ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽ പറയുന്നതും അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ഡോളർ സിമ്പിൾ ആയതിനു ശേഷം ഞാൻ ഗൂഗിൾ ആഡ്സെൻസിൽ അക്കൗണ്ട് എടുക്കുകയും അക്കൗണ്ട് എടുത്തിട്ട് അതിൽ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ടാക്സ് ഇൻഫോ ആഡ് ചെയ്യാനുണ്ട്, അക്കൗണ്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിനൊക്കെ മുന്നിട്ട് തന്നെ ഗൂഗിൾ ആഡ്സെൻസിന്റെ വെരിഫിക്കേഷൻ കോഡ് നമുക്ക് വരണം. അത് ആക്ച്വലി എനിക്ക് വരാൻ, ഞാൻ പറഞ്ഞില്ലേ, July 22 മോണിറ്റൈസ്ഡ് ആയ എൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ ആഡ്സെൻസിന്റെ വെരിഫിക്കേഷൻ വരാനായിട്ട്, ആ ഒരു കോഡ് വരാനായിട്ട് September വരെ ടൈം എടുത്തു. അതായത് അതിനകത്ത് അവർ പറയുന്നുണ്ട് നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് അയച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 3 മാസം എടുക്കും. അതായത് ഒരു 72 ഡേയ്സോളം എടുക്കും എന്നാണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് വീണ്ടും റീഅപ്ലൈ ചെയ്യാം, 3 പ്രാവശ്യം നമുക്ക് അയക്കാം. ഞാൻ 2 പ്രാവശ്യം അയച്ചതിന് ശേഷമാണ് എനിക്ക് ഗൂഗിൾ ആഡ്സെൻസിന്റെ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് എനിക്ക് കിട്ടിയത്. കാരണം ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ടാക്സ് ഇൻഫോർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം അതിന് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ September വരെയും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്ന ഏർണിങ്സ് എല്ലാം എനിക്ക് അവിടെ ഹോൾഡ് ആയി വെച്ചോണ്ടിരിക്കുക. കാരണം ഗൂഗിൾ ആഡ്സെൻസിന്റെ അക്കൗണ്ടിൽ നമ്മുടെ കിട്ടുന്ന ആ ഡോളർ എമൗണ്ട് എത്രയാണോ അതാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത്. അതിനും അവിടെ ഒരു മിനിമം എമൗണ്ട് പറയുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസിൽ ഒരു $100, മിനിമം $100 ആണ്. ആ $100 ആയെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്.
സോ ഞാൻ പിന്നെ വെരിഫിക്കേഷൻ കോഡ് വന്നതിന് ശേഷം അക്കൗണ്ട് ആഡ് ചെയ്തു, ടാക്സ് ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. ഞാൻ അവിടെയും ഒരു മിസ്റ്റേക്ക് ചെയ്തിരുന്നു. നമ്മൾ ഓൾറെഡി ഇന്റർനാഷണൽ അക്കൗണ്ട് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതിൽ ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് എന്റെ അക്കൗണ്ടിലെ എമൗണ്ട് എനിക്ക് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ YT സ്റ്റുഡിയോയിൽ എന്റെ $100 കഴിഞ്ഞിട്ടും എനിക്ക് എന്റെ ഗൂഗിൾ ആഡ്സെൻസിൽ ആ മുന്നേ കടന്നൊരു എമൗണ്ട് ഉണ്ട്. ആ ഒരു എമൗണ്ടിൽ നിന്ന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും വേരി ചെയ്യുന്നില്ല. പിറ്റേ മാസം ആയപ്പോഴും സെയിം എമൗണ്ട് തന്നെ കിടക്കുവാണ്. പക്ഷെ എന്റെ യൂട്യൂബിന്റെ YT സ്റ്റുഡിയോയിലെ നമ്മുടെ എമൗണ്ടിന്റെ ആ ഒരു ചെക്ക് ചെയ്യുന്ന ഭാഗത്ത് എന്റെ $100 കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു $108 ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും വന്നില്ല. അപ്പൊ നമുക്ക് അവിടെ ഇങ്ങനെ മേളിൽ എന്തുണ്ടെങ്കിലും ഗൂഗിൾ ആഡ്സെൻസിന്റെ സൈഡിൽ മേളിലായിട്ട് ഒരു റെഡ് കളറിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ പോപ്പ് ചെയ്ത് കാണിക്കും. അപ്പൊ അതെന്താണോ വരുന്നത് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള പ്രോസസ്സിങ് എല്ലാം കിടക്കുള്ളൂ. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, ഞാനത് കാര്യമാക്കിയിട്ടില്ലായിരുന്നു, ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് മെയിൻ കാര്യം. അപ്പൊ എനിക്കത് വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ ഇതെന്താണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് ഞാൻ അതിനെക്കുറിച്ച് കുറെ ചെക്ക് ചെയ്ത് കുറെ വീഡിയോസും കുറെ കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അത് ആദ്യം ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നല്ല. പിന്നെ ഞാൻ അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം എൻ്റെ അക്കൗണ്ട് എല്ലാം ക്ലിയർ ആയി. എനിക്ക് അങ്ങനെ December 21 ഞാൻ എന്തായാലും ഇവിടെ കാണിച്ചിരിക്കാം. ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്ന്, അതായത് എൻ്റെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ ഗൂഗിൾ ആഡ്സെൻസിന്റെ വന്ന്. ഗൂഗിൾ ആഡ്സെൻസിന്റെ മെയിലാണ്. നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ, നമുക്ക് യൂട്യൂബിന്റെ എമൗണ്ട് തരുന്നത് ഗൂഗിൾ ആഡ്സെൻസ് ആണ്. യൂട്യൂബിൽ നമ്മൾ എന്ത് കാണുന്നു അതിൽ വരുന്ന അഡ്വർടൈസ്മെന്റിന്റെ ബേസിസിൽ ഗൂഗിൾ ആഡ്സെൻസ് ആണ് നമുക്ക് ഈ ഒരു എമൗണ്ട് നിശ്ചയിച്ച് തരുന്നത്. അപ്പം നിങ്ങൾ കാത്തിരുന്ന എൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കേൾക്കണ്ടേ? ഞാൻ ഒട്ടുമിക്ക ഇതുപോലെ യൂട്യൂബ് റവന്യൂ വന്നിട്ടുള്ളവരുടെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവരാരും എമൗണ്ട് അങ്ങനെ തുറന്ന് പറഞ്ഞവര് കൂടുതലും ഇല്ല. എന്നാൽ ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത് 10 to 15,000 ഇടയ്ക്കാണ്, അല്ലെങ്കിൽ 9 to 10,000 ഇടയ്ക്കാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും എത്ര എമൗണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. സോ എനിക്ക് അങ്ങനെ പറയുന്നത് കൊണ്ട് കാര്യമൊന്നും ഇല്ലെന്ന് അവിടെ യൂട്യൂബിന്റെ പോളിസീസിൽ എങ്ങും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. യൂട്യൂബിലെ എമൗണ്ട് നമുക്ക് തുറന്ന് പറഞ്ഞുകൂടാ എന്നുള്ളൊരു പോളിസീസിൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്തായാലും പറയാം. ആൻഡ് ആൾസോ നമ്മൾ ഈ ഒരു ഗൂഗിൾ ആഡ്സെൻസിൽ നമുക്കൊരു എമൗണ്ട് അവര് ഇടുമ്പം അവിടുന്ന് ഒരു ടാക്സ് പിടിക്കുന്നുണ്ട്. ആ ടാക്സ് എത്ര എമൗണ്ട് പിടിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അത് പിടിച്ചിട്ടായിരിക്കും ബാക്കി എമൗണ്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത്. സോ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു $100 മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിലോട്ട് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവത്തുള്ളൂ. അപ്പം എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 9,500, 9,500 രൂപയാണ് എൻ്റെ ആദ്യമത്തെ യൂട്യൂബ് വരുമാനം. രണ്ടാമത്തെ ഉടനെ വരാറായിട്ടുണ്ട്. സോ അപ്പൊ എൻ്റെ ആദ്യമത്തെ വരുമാനം എന്ന് പറയുന്നത് 9,500 രൂപയാണ്. ഓക്കെ, അതായത് ഞാനിങ്ങനെ പൈസ പേയ്മെന്റ് കിട്ടിയെന്നൊക്കെ ഇങ്ങനെ കുറച്ച് പേരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത്, എത്ര ലക്ഷങ്ങൾ കിട്ടിയോ? ഞാൻ ആലോചിച്ചു, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? പലർക്കും പല തെറ്റിദ്ധാരണ. ശരിയാ, കിട്ടുന്നുണ്ട്. കാരണം അതത്ര വലിയ വലിയ ആൾക്കാർ, നമ്മളൊക്കെ വളർന്നു വരുന്ന കൊച്ചു ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അച്ചീവ്മെന്റാ. കാരണം വിത്തിൻ 1 ഇയറിൽ തന്നെ എനിക്ക് എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റി. ഫസ്റ്റ് പേയ്മെന്റ് മേടിക്കാനായിട്ട് പറ്റി. അപ്പം ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇനിയും പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എൻ്റെ ഫാമിലി, ലൈക്ക് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലിയാണ്. അപ്പൊ എന്ത് കാര്യം വന്നാലും തളരാതെ പലരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു, പല രീതിയിലും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ അവര് കണ്ടോളൂ. അവർക്കുള്ള ആൻസർ ഇതാണ്. ഞാൻ ആ കളിയാക്കലും ഞാനത് നേരിട്ടു. സോ അവർക്കുള്ള ഒരു ആൻസർ ഇതാണ്, ഞാൻ മേടിച്ചു. അത്രേ ഉള്ളൂ. സന്തോഷം മാത്രം. കൂടെ നിന്നവരും അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞവരും, സത്യം പറഞ്ഞാൽ ഇപ്പൊ നെഗറ്റീവായിട്ട് പറഞ്ഞവര് അന്ന് എനിക്ക് വിഷമം തോന്നിയെങ്കിലും അവരെയൊക്കെ കാരണം മേ ബി ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം വീഡിയോസ് ഇടണം, നമ്മുടെ കണ്ടന്റ് എന്തോ ആവട്ടെ, വാട്ടെവർ, ഒരിക്കലും ഇതൊന്നും വെറുതെ നമുക്ക് ചെയ്തിടാൻ പറ്റത്തില്ല. അതിന് പിന്നിലൊരു എഫേർട്ട് ഉണ്ട്, ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ആ ഒരു ഹാർഡ് വർക്കിന് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടും. സത്യമാണ്.
അപ്പോൾ എനിക്ക് കിട്ടി, നിങ്ങൾക്കും കിട്ടും, ഉറപ്പാണ്. ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്സ്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ആൻഡ് ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാനത് നോട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് ഈ പേയ്മെന്റ് എങ്ങനെയാ കിട്ടുന്നതെന്നുള്ളൊരു ഒരു ഒരു ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിന് നമുക്ക് പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത്, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ മാസം ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോസ് കഴിഞ്ഞൊരു മാസമായിട്ട് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ മാസം 7 അതായത് ഈ മാസം 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ആയിരിക്കും യൂട്യൂബ് നമ്മുടെ പേയ്മെന്റ് ചെക്ക് ചെയ്യുന്നത്. 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ആയിരിക്കും. ആ 12-ാം തീയതി വരെ എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടോ അവിടെ കൊണ്ട് ആ മാസത്തെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ നമ്മുടെ 21-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതിക്ക് അകമായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ക്രെഡിറ്റ് ആവുന്നത്. സോ ഈ 7-ാം തീയതി മുതൽ 12-ാം തീയതിക്ക് അകത്ത് വരെയുള്ള പേയ്മെന്റ് ആയിരിക്കും അവര് 21 അല്ലെങ്കിൽ 26-ാം തീയതിക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കുന്നത്. 8-ാം തീയതി മുതൽ അടുത്ത മാസത്തിലേക്കുള്ളതായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ 7-ാം തീയതി മുതൽ 12-ാം തീയതിക്ക് അകത്ത് മിനിമം $100 ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പറഞ്ഞ 21-ാം തീയതി മുതൽ 26-ാം തീയതിക്ക് അകത്ത് അക്കൗണ്ടിലേക്ക് ആ പേയ്മെന്റ് ക്രെഡിറ്റ് ആവത്തുള്ളൂ. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, ഞാൻ കുറച്ച് ഡീപ്പായിട്ട് ഇതിന്റെ വീഡിയോ ഇടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയെന്ന് അറിയാനായിട്ട് മെയിൽ ചെക്ക് ചെയ്യുക. അതാണ് നമുക്കൊരു ഒരു ഫസ്റ്റ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ മെയിൽ, ഗൂഗിൾ ആഡ്സെൻസിന്റെ മെയിൽ വരുമ്പോൾ നമ്മൾ അത് ചെക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നാൽ മതി. പിന്നെ അപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പൊ ഒത്തിരി ഞാൻ വലിച്ചു നീട്ടി ബോറാക്കുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളു. അപ്പൊ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ബിഗ് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമുള്ള കുറേ പേരുണ്ട്, എനിക്കതറിയാം. എനിക്കിപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി എന്താ വീഡിയോ ഇടാത്ത, ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ചേച്ചി, എന്താ ഇടാത്തതെന്ന് ചോദിച്ച് കുറേ മെസ്സേജസ് വരാറുണ്ട്. കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗേൾസ് ബൈ ഗായു എന്ത് റിപ്ലൈ തരാത്തത്, കുറേ പേര് എനിക്ക് ഓർഡറിനൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇടാറുണ്ട്. തൽക്കാലം ഞാൻ ഓർഡർ കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചേക്കുവാണ്. ഈ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ഇടാനായിട്ട് പറ്റിയിട്ടില്ല. എല്ലാം ഞാനിനി ബാക്ക് ടു നമ്മുടെ ഒരു നോർമൽ ആ ഒരു ഇതിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഉടനെ എല്ലാം ചെയ്യും. അതനുസരിച്ച് ഞാൻ നമ്മുടെ പുതിയതായിട്ട് സ്റ്റോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ജ്വൽസ് ബൈ ഗായുവിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോ വന്ന വഴി ഞാൻ ഒരിക്കലും മറക്കില്ല. കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം വഴിയെ ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ബൈ.